എന്താണ് ഈ ജെൻഡർ തിയറികൾ എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. എന്താണത് എന്നുള്ളത് നമ്മൾ ആരോപിക്കുന്നതായി പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് അവർ തന്നെ ആ വിഷയങ്ങൾ വിശദീകരിക്കുന്ന ഒരു ചെറിയൊരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. അതിൽ നിന്ന് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജെൻഡർ ഐഡൻറ്റിറ്റി. ഞാൻ എന്നെ എങ്ങനെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അവിടേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചും കൂടി ബ്രോഡാവുന്നത്. അതായത് അവിടെ എനിക്ക് ആണിൻ്റെ ശരീരമായിരിക്കാം, നമ്മുടെ ബയോളജിക്കലി ആണ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ശരീരഭാഗങ്ങളും എന്നിലുണ്ടാവാം. പക്ഷേ ഉള്ളുകൊണ്ട് ഞാൻ ഈ ശരീരത്തിനെ അല്ല, ഞാനൊരു പെണ്ണായിട്ടാണ് എന്നെ സ്വയം ഡിഫൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ എന്നെ കാണുന്നതെങ്കിൽ അവിടെ എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഒരു സ്ത്രീയുടേതാണ്. കണ്ടില്ലേ? ഒരു പുരുഷനെ പോലെ ബയോളജിക്കലി കംപ്ലീറ്റ്ലി പുരുഷനാണെങ്കിൽ പോലും, XY ആണ് ക്രോമസോം എങ്കിൽ പോലും, സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും, ടെസ്റ്റിസും പെനിസും ഉള്ള ഒരാളാണെങ്കിൽ പോലും, എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നുകയാണ് ഞാൻ പെണ്ണാണെന്ന് തോന്നിയാൽ ആ തോന്നൽ കൊണ്ട് മാത്രം എന്നെ സ്ത്രീയായി അംഗീകരിക്കണം. ഇതാണ് ജെൻഡർ തിയറി. ഈ തിയറിയെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് കേവലമായ ഒരു വ്യക്തിയിൽ ഒതുങ്ങുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലുമല്ല. പുരുഷനായ എനിക്ക് ഉള്ളിൽ പെണ്ണാണെന്ന് തോന്നുന്നു എന്നതിന്റെ പേരിൽ പെണ്ണായി അംഗീകരിച്ചാൽ ഇവിടെയുള്ള സൊസൈറ്റി എന്താകും? ഇവിടെ നമുക്കറിയാം ലേഡീസ് ടോയ്ലറ്റും ജെൻസ് ടോയ്ലറ്റും ഉണ്ട്. അവിടെ എനിക്ക് ധൈര്യമായിട്ട് കയറി ചെല്ലാം ലേഡീസ് ടോയ്ലറ്റിലേക്ക്. എന്നിട്ട് പറയാം, ആരെങ്കിലും തടഞ്ഞാൽ പറയാം, എന്നെ കാണാൻ ആണിനെ പോലെ ഉണ്ടെങ്കിലും സത്യത്തിൽ ഞാനൊരു പെണ്ണാകുന്നു. ലേഡീസ് ഹോസ്റ്റലുകളിലേക്ക് എനിക്ക് കയറി ചെല്ലാം, അവിടെ അഡ്മിഷൻ എടുക്കാം, അവിടെ റൂം എടുക്കാം. അവിടെ തടയാൻ വന്നാൽ പറയാൻ പറ്റും, എന്നെ കാണാൻ ഒരാണിനെ പോലെ ഉണ്ടെങ്കിലും സത്യത്തിൽ ഞാനൊരു പെണ്ണാകുന്നു. സ്ത്രീകൾക്ക് വേണ്ട റിസർവേഷനുകളിലേക്ക് എനിക്ക് കയറി ചെല്ലാം, അവർക്ക് അനുവദിക്കപ്പെട്ട പ്രൈവറ്റ് സ്പേസുകളിലേക്ക് എനിക്ക് ഇടിച്ചു കയറാം. ആരെങ്കിലും തടയാൻ വന്നാൽ പറയാം, എന്നെ കാണാൻ ഒരാണിനെ പോലെ ഉണ്ടെങ്കിലും സത്യത്തിൽ ഞാനൊരു പെണ്ണാകുന്നു. എത്രമാത്രം വലിയൊരു അപകടമായിരിക്കും ഒരു സൊസൈറ്റിയിൽ ഇതുകൊണ്ട് ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ പാഠ്യപദ്ധതികളിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി. നമ്മൾ പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ള ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ബാലുശ്ശേരി സ്കൂളിൽ ഒരു പാൻറ് ഇടിപ്പിക്കാനുള്ള എന്തോ യജ്ഞാണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ള ചില ആളുകൾ. പെൺകുട്ടികളെ പാൻറ് ഇടിപ്പിക്കാനുള്ള, അങ്ങനെയാണെങ്കിൽ പാൻറ് ഇടിപ്പിക്കൽ യജ്ഞം എന്നെങ്ങാനും പേരിട്ടാ പോരെ? എന്തേ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പേരിട്ടത്? ഇത് കൃത്യമായി കൊണ്ട് തന്നെ ഒരു വ്യക്തി ജനിക്കുന്നത് അവൻ ജെൻഡർ ന്യൂട്രൽ ആയിക്കൊണ്ടാണ് എന്നുള്ളതും സമൂഹമാണ് അവനെ ആണായും പെണ്ണായും രൂപീകരിക്കുന്നത് എന്ന കൃത്യമായ ചില ആശയങ്ങളിൽ നിന്നാണ് ഈ ആശയങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അതാണ് നമ്മുടെ പാഠ്യപദ്ധതിയിലേക്ക് പോലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് എവിടെയും അവസാനിക്കുന്ന ഒന്നല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓരോരുത്തർക്കും ഉള്ളിൽ തോന്നുന്നത് എന്താണോ അതവന്റെ സ്വത്വമായി അംഗീകരിക്കാൻ നിന്നാൽ എവിടെ ഇത് ചെന്ന് അവസാനിക്കാം?